ഇപ്പോൾ ഓട്ടോ എ സിയില്ല, അലോയ് വീൽസ് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക 360 ക്യാമറ ഇല്ല, അഡ്നോക്സ് ഇല്ല. ഓക്കെ, കാരണം ബേസ് മോഡൽ വണ്ടികളുടെ ഗുണം എന്ന് പറയുന്നത് ലെസ് കോംപ്ലിക്കേഷൻസ്, ലെസ് തലവേദന. അതാണ് എൻ്റെ ഒരു പോയിന്റ്. ഓക്കെ, XUV 700 ഇഷ്ടമുള്ളവർക്ക് വാങ്ങാനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് അതിൻ്റെ വിലയായിരുന്നു. വില എന്ന് പറയുമ്പോൾ ശരിക്കും കൈ എത്തിപ്പിടിക്കാനാവാത്ത ഒരു പ്രൈസിലായിരുന്നു XUV 700യുടെ ഒരു പ്ലേസ്മെൻറ്റ്. പക്ഷേ ഇപ്പോൾ 197 bhp പവറുള്ള 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുള്ള ഈ ഒരു വണ്ടിക്ക് 13,99,000 രൂപ എക്സ്ഷോറൂം പ്രൈസുകൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയാണ്. അതിന് കാരണം MX വേരിയൻ്റ് ആണ്. ഇത് മഹീന്ദ്ര XUV 700യുടെ MX വേരിയൻ്റ് ആണ്. 13,99,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്ന ഈ ഒരു വേരിയൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോ സ്വാഗതം. നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആയിട്ട് വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനാണ് എന്നുള്ളതാണ്. ഒരു വലിയ SUV എന്നുള്ള നിലയ്ക്ക് ശരിക്കും വാല്യൂ ഫോർ മണിയാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് സവിശേഷതകളുള്ള പോലെ തന്നെ ഇപ്പോൾ ടോപ്പ് എൻഡ് മോഡലുമായിട്ട് പല വിധமான വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഉള്ള കാര്യങ്ങൾ പറയാം, ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിക്കാം. അപ്പോൾ 2 ലിറ്റർ എഞ്ചിനുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ടോപ്പ് എൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബേസ് മോഡലാണെങ്കിലും ഓടിക്കാനൊക്കെ സെയിം ആയിരിക്കുമല്ലോ. ടയറിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഈ ഒരു വണ്ടി ഓടിക്കാൻ എങ്ങനെയൊന്നും പറയാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും പറയാം. വരൂ. അപ്പോൾ ആദ്യം എലിഫൻറ്റ് ഇൻ ദ റൂം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. 13,99,000 രൂപ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 17,00,000 സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് വരിക. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും XUV 700 ടോപ്പ് എൻഡുമായിട്ടുള്ള പ്രധാനമായ വ്യത്യാസം പറയുന്നത് LED അല്ല, ഹാലോജനാണ് ഹെഡ് ലാമ്പ് എന്നുള്ളതാണ്. 4 grams ഇല്ല. ഗ്രില്ലൊക്കെ തന്നെയും ആ ഒരു സെയിം ആയിട്ടുള്ള ഗ്രില്ലാണ്. ലോഗോ കാണാം. ഇവിടെ 360 ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ശരിക്കും പറയേണ്ട കാര്യമല്ല, അതൊന്നും ഉണ്ടാവില്ല. പിന്നെ മുകളിൽ സൺ റൂഫോ അല്ലെങ്കിൽ ബ്ലാക്ക് റൂഫോ അല്ല, സാധാ റൂഫാണ്. പക്ഷേ റൂഫ് റെയിൽസ് ഉണ്ട്. ഈ ബോണറ്റിന് മുകളിൽ ക്രീസിംഗ് എല്ലാം കൊള്ളാം. ഗ്ലാസ് ഏരിയ ഒക്കെ സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. ഇവിടെ ക്ലാഡിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അലോയ് വീലുകളല്ല, സ്റ്റീൽ വീലുകളാണ്. അപ്പോൾ സ്റ്റീൽ വീലാണെന്ന് പറയുമ്പോഴും അത്യാവശ്യം വലിപ്പമുള്ള വീല് തന്നെയാണ് എന്ന് കാണാം. അതായത് വീൽ കപ്പെല്ലായിട്ടുണ്ട്. ഇത് 236/65 R17 സൈസാണ്. മുന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്കുകളൊക്കെ തന്നെയാണ്, അതിലൊന്നും മാറ്റങ്ങളില്ല. അപ്പോൾ മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസുള്ള വണ്ടി തന്നെയാണ് XUV 700. ഇതിൻ്റെ ഡോർ ഹാൻഡിലും വ്യത്യാസങ്ങളൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. ആ ടോപ്പ് എൻഡ് മോഡലിൻ്റെ പോലെ തന്നെയാണ്. പിന്നെ മിററിൽ തന്നെയാണ് ആ ഒരു LED ഇൻഡിക്കേറ്റർ, അതൊക്കെ തന്നെ നല്ല കാര്യമായിട്ട് കാണാം. ഇവിടെ A പില്ലർ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക B പില്ലർ ആണെങ്കിലും C പില്ലർ ആണെങ്കിലും തന്നെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് മഹീന്ദ്രയ്ക്കുള്ളൊരു നല്ല സ്വഭാവമാണത്. ഇപ്പോൾ ബേസ് മോഡലാണെങ്കിലും കുറേ കാര്യങ്ങളിലൊന്നും അവർ വലിയ കാര്യമായിട്ട് ആ ഒരു കോസ്റ്റ് കട്ടിംഗ് ഒന്നും ചെയ്യാറില്ല. XUV 700യുടെ പിൻ ഡോർ എന്ന് പറയുന്നത് മെറ്റലല്ല എന്നുള്ളത് അറിയാമല്ലോ അല്ലേ. ഈ ഒരു ഡോറിൽ ക്യാമറ ഇല്ല, വൈപ്പർ ഇല്ല, ഡീഫോഗർ ഇല്ല. 7 സീറ്റുകളുണ്ട്, 5 സീറ്റുകളുണ്ട്. 2 വേരിയൻറ്റുകളിലും MX വേരിയൻറ്റ് ലഭ്യമാണ്. ഇത് 7 സീറ്റർ ആട്ടോ. ഇപ്പോൾ 5 സീറ്റർ ആണെങ്കിൽ മിക്കവാറും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആവും. ഇപ്പോൾ 7 സീറ്റർ ആണെങ്കിൽ ആ ഒരു സീറ്റുകൾ യൂസ് ചെയ്യാമെന്നുള്ള ഗുണമാണ്. ഇപ്പോൾ ബാക്കിൽ പാർക്കിംഗ് സെൻസർ ഉണ്ട്, അത് റെഗുലേഷനാണ്. മുൻ പാർക്കിംഗ് സെൻസർ വണ്ടിക്കില്ല. ഇൻബിൽറ്റ് സ്പോയിലർ കാണാം. ഇവിടെ ആ ഒരു ബ്ലാക്ക് ഇൻസെർട്ട് കൊടുത്തൊക്കെ നല്ല ഭംഗി തോന്നിച്ചു. ഇതിന് ആ ഒരു ആൻറ്റിന കൂടിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 5 സീറ്റർ ആണെങ്കിൽ ബൂട്ട് സ്പേസ് എത്ര ഉണ്ടാവുക കാണിച്ചു തരാം, വരൂ. ഞാൻ ഈ ബാക്കിലെ 2 സീറ്റുകളും മറച്ചിട്ടിരിക്കുകയാണേ. ഈ സീറ്റ് മറിച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക് സീറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ആ സീറ്റ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആ ഒരു ബൂട്ട് സ്പേസ് കൊണ്ട് കാണിക്കാനുള്ള ഒരു മൈൻഡിലാണ്. അപ്പോൾ ഇവിടെ ആ ഒരു 12 വോൾട്ട് സോക്കറ്റും AC കൺട്രോൾസും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബേസ് മോഡൽ എന്ന നിലയ്ക്ക് ഇത്രയും സംഗതികളൊക്കെ ഒരു വണ്ടിക്ക് ഉണ്ടാകുന്ന നല്ല കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു AC കൺട്രോൾസ് തേർഡ് റോയിൽ പോലും ഉള്ള ഒരു കാര്യമൊക്കെ നല്ലതാണ്. അപ്പോൾ മികവുകളുണ്ട് ഈ ഒരു വണ്ടിക്ക് എന്നുള്ളതാണ്. ഈ XUV 700യുടെ ഈ ഒരു വേരിയൻറ്റിന് MX വേരിയൻറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സീറ്റ് പറ്റും. അതായത് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ആ ഒരു സീറ്റ് ബെൽറ്റിനുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ഈ ഫാബ്രിക് സീറ്റ് നല്ലതാണ്, മികച്ച ഒരു അപ്പോൾസറി ആണെന്ന് പറയാം. കളറൊക്കെ കൊള്ളാം. ഇതിനും ടച്ച് സ്ക്രീൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു കാർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ചെറിയ ഒരു ടച്ച് സ്ക്രീൻ ഈ വണ്ടിക്കകത്താണ്. കൂടാതെ മാനുവൽ AC ആണ്. പിന്നെ ഇതൊരു 6 സ്പീഡ് മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. പിന്നെ ഇതിന് 2 എയർ ബാഗുകളേ ഉള്ളൂ, അതും പറയേണ്ടുന്ന കാര്യമാണ്. XUV 700യുടെ ഈ ഒരു വേരിയൻറ്റിന് സ്റ്റിയറിംഗിൽ ആ ഒരു എന്താ പറയുക ലെതർ റാപ്പിംഗ് ഇല്ല. പക്ഷേ ഫ്ലാറ്റ് ബോട്ടമാണ്, അലുമിനിയം ഇൻസേർട്ട് ഉണ്ട്. സ്വിച്ചുകൾ കാണാം, ആ ഒരു മീഡിയ അല്ലെങ്കിൽ വോളിയം കൺട്രോൾസ് കാണാം. മീറ്റർ ക്ലസ്റ്റർ കണ്ടോ, ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ കാണാം. ഇവിടെ വലതുവശത്തായിട്ടുള്ള സ്വിച്ചുകളിലാണ് ആ ഒരു മീറ്റർ ക്ലസ്റ്റർ ഒന്ന് ടോഗിൾ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ നമുക്ക് അതിനകത്ത് ടോഗിൾ ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഡ്രൈവ് ഇൻഫോ, അതല്ലെങ്കിൽ എന്താ പറയുക ക്ലോക്ക്, അതല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പ് എൻഡ് മോഡൽ കണ്ട അതേ UA ആണ് ഒരു മീറ്റർ ക്ലസ്റ്റർ ഉപയോഗിച്ചിരുന്നത്. അത് വെഹിക്കിൾ ഇൻഫോ ഉണ്ട്, നാവിഗേഷൻ ഡിസ്പ്ലേ കാണുന്നുണ്ട്, സെറ്റിംഗ്സ് കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു അലർട്ട് ഹിസ്റ്ററി കാണുന്നുണ്ട്.
ഡ്രൈവ് ഇൻഫോ ഉണ്ട്, ഫ്യൂവൽ ഇൻഫോ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെയും നമ്മൾ ടോപ്പ് എൻഡ് വേരിയന്റിൽ കണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ലളിതമായിട്ട് രൂപം നമുക്കിവിടെ MX-ൽ കാണാനുള്ളതാണ്. ഈ ഒരു മീഡിയ സ്ക്രീൻ എന്ന് പറയുന്നത് കാർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ചെറിയ സ്ക്രീനാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ കൊള്ളാം. അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള, അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ കാണാം. കൂടാതെ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്പ്ലേ, ആ ഒരു ഡേറ്റ് ആൻഡ് ടൈം, യൂസർ ഫീഡ്ബാക്ക്, ഹോം ലേ ഔട്ട് എല്ലാം കാണാം. ഹോമിലേക്ക് പോകാനും എളുപ്പമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലളിതം സുന്ദരം എന്ന് പറയാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ. ആ ഒരു സ്ക്രീനിൽ നമുക്ക് ക്വിക്ക് ഷോർട്ട് കട്ടുകളുണ്ട്. അങ്ങനെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. FM റേഡിയോ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അതൊക്കെ മികച്ച കാര്യങ്ങളാണ്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ, ഡാഷ്ബോർഡും അല്ലെങ്കിൽ ആ ഒരു ഡോർ പാഡൊക്കെ കണ്ടോ, അതൊന്നും വലിയ കാര്യമായിട്ട് കോസ്റ്റ് കട്ടിങ്ങോ അല്ലെങ്കിൽ ചീപ്പോ ചെയ്തിട്ടില്ല. പിന്നെ AC വെൻസ് കാണാം, AC കൺട്രോൾസ് കാണാം. മാനുവൽ AC ആണ് ഇത്, ഓട്ടോ AC അല്ല. താഴെയുള്ള ടോഗിൾ സ്വിച്ചുകളുണ്ട്. ഇവിടെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതാണ് ആ ഒരു 6 സ്പീഡ് ഗിയർ ലിവർ. ഹാൻഡ് ബ്രേക്ക് കാണാം. കൂടാതെ ഇതിനൊരു ആംറസ്റ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്, ഡീപ്പായിട്ടുള്ള ഒരു ആംറസ്റ്റ്. ഇതാണ് സീറ്റിൻ്റെ അപ്പോൾസറി. അത്യാവശ്യം നല്ല സീറ്റാണ്. സീറ്റിന് അത്യാവശ്യം നല്ല ആ ഒരു ബോൾസ്റ്ററിങ്ങും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാണാനുള്ളതാണ്. എനിക്ക് MX വേരിയൻറ്റ് കുറച്ചുകൂടി വർത്തായിട്ട് തോന്നുന്നത് വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനിൽ മാത്രമല്ല. ഇപ്പോൾ സെൻസറുകൾ കുറവാണെങ്കിൽ ഇഷ്യൂസ് കുറവാകുന്ന കാര്യമുണ്ട്. അതായത് പ്രശ്നങ്ങളില്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്ന എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം ഈ ഒരു ടർബോ പെട്രോളും ഈ ഒരു 6 സ്പീഡും കൂടി ഓടിക്കാനായിട്ട് അത്യാവശ്യം ഫണ്ണാണ്. ആ ഒരു ഫൺ ഫാക്ടർ തന്നെയാണ് അതിൻ്റെ മെയിൻ കാര്യം. ഇപ്പോൾ ഓട്ടോ AC-ഇല്ല, അലോയ് വീൽസില്ല, അല്ലെങ്കിൽ എന്താ പറയുക 360 ക്യാമറയില്ല, അഡ്നോക്സില്ല, ഓക്കെ ഇല്ലായ്മകളുടെ ഒരു ബഹളമൊക്കെ തന്നെ കാണാം. പക്ഷേ അപ്പോഴും പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലല്ലേ ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റും ഈ ഒരു വേരിയൻറ്റും തമ്മിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സൈസ് വെച്ചിട്ട്, ഈ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് ഇതൊരു മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് എന്നുള്ളതാണ്. ഈ MX വേരിയൻറ്റിന് 5 സീറ്റർ 7 സീറ്റർ ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോയ്സ് എന്ന് പറയുന്നത് 5 സീറ്ററാണ്. കാരണം ബൂട്ടിൻ്റെ ഒരു സ്പേസ് ആണ്. പിന്നെ MX വേരിയൻറ്റ് റിയർ AC വെൻ്റ് ഉണ്ട്, റിയർ AC വെൻറ്റുകളുണ്ട്. മുന്നിലും അല്ലെങ്കിൽ ഒരു നടുവിലും അല്ലെങ്കിൽ ഒരു ബാക്കിലും ഒക്കെ AC വെൻറ്റുകളുടെ ബഹളം കാണാം. ക്യാബിൻ ലൈറ്റുകളിൽ പിശുക്ക് കാണിച്ചിട്ടില്ല, ഈ ഒരു ഇൻസേർട്ടുകളിൽ പിശുക്ക് കാണിച്ചിട്ടില്ല, ഈ ഒരു അപ്പോൾസറി കളറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണുകൾക്ക് പിശുക്ക് കാണിച്ചിട്ടില്ല. എല്ലാം ആ ഒരു ക്വാളിറ്റി തന്നെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് ഫാബ്രിക് സീറ്റ് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇനി അകത്ത് കയറണമെങ്കിൽ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല 7 സീറ്റ് കയറാനായിട്ട്. സാധാരണ ഒരു XUV കയറുന്ന പോലെ തന്നെ അത് മറച്ചിട്ട് അങ്ങോട്ട് സിമ്പിളായിട്ട് കയറിയിരിക്കാം. അങ്ങനെ കയറിയിരിക്കുമ്പോൾ ഈ XUV 700 ഞാൻ എന്തായാലും ഒക്കേഷണൽ 7 സീറ്റർ എന്നേ വിളിക്കുള്ളൂ. അതായത് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ മാത്രം. എപ്പോഴും 5 സീറ്ററും ബൂട്ടുമാണ് എൻ്റെ ഒരു ചോയ്സ് എന്നുള്ളതാണ്. ഈ ഡോർ പാഡുകളിലെ ആ ഒരു ബോട്ടിൽ ഹോൾഡറുകളും സ്പീക്കറും സ്വിച്ച് ഗിയറും ഒക്കെ തന്നെ കൊള്ളാം. പിന്നെ ഫ്രണ്ടിൽ കണ്ടോ, ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ഹാൻഡിലൊക്കെ തന്നെ കണ്ടില്ലേ. ഇനി ഇതാണ് ഇതിൻ്റെ ആ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഭാഗികമായ രൂപം കണ്ടോ. XUV 700 ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അത് ബേസ് മോഡലാണെങ്കിലും പിന്നിലെ ആ ഒരു സസ്പെൻഷൻ നോക്കിയേ, അത് ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന വേറൊരു വണ്ടിക്കും ഇല്ലാത്തൊരു സംഗതിയാണത്. മഹീന്ദ്ര XUV 700 ഓടിക്കുകയാണേ. ഇത് ഡീസൽ വേരിയൻ്റാണ്. അപ്പോൾ MX-ൻ്റെ വാല്യൂ ഫോർ മണി വേരിയൻറ്റ് പെട്രോളാണ്. കാരണം പവർ ഫിഗറുകൾ കൊണ്ടാണെങ്കിലും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചർ ആണെങ്കിലും എല്ലാം പെട്രോൾ എഞ്ചിനുള്ള വണ്ടിയാണ് ഫാസ്റ്റ് അല്ലെങ്കിൽ ഫൺ എന്ന് പറയാം. പക്ഷേ പ്രാക്ടിക്കൽ ഡീസലാണ്. കാരണം ഇതിന് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അതിലൊന്നെന്ന് പറയുന്നത് ഞാൻ ബേസ് മോഡൽ വണ്ടികളുടെ ഫാനാണ്. കാരണം ബേസ് മോഡൽ വണ്ടികളുടെ ഗുണമെന്ന് പറയുന്നത് ലെസ് കോംപ്ലിക്കേഷൻസ്, ലെസ് തലവേദന. അതാണ് എൻ്റെ ഒരു പോയിന്റ്. ഓക്കെ, ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുകൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ 360 ക്യാമറ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പലവിധமான കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് കൊണ്ടു നടക്കാനുള്ള വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ലളിതമാണ് ഇഷ്ടം, ഓടിച്ച് നോക്കാനുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ടോപ്പ് എൻഡാണ് ഇഷ്ടം. അങ്ങനെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ വണ്ടിയുടെ മെയിൻ ഗുണമെന്ന് പറയുന്നത് പെട്രോൾ ആണെങ്കിലും ഇപ്പോൾ ഈ ഡീസൽ ആണെങ്കിലും എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ മികച്ചതായതുകൊണ്ട് ഇത് മികച്ച ചോയ്സാണ്. പെട്രോളിന് 13.99, ഡീസലിന് 1 ലക്ഷം 1.5 ലക്ഷം കൂടും. എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊരു വാല്യൂ ഫോർ മണി പ്രപ്പോസലിൻ്റെ വണ്ടി. ഒരു ബ്രസയുടെ ഒരു വിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് വിറ്റാര ബേസ് മോഡലിൻ്റെ വിലയ്ക്ക്, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്രെറ്റയുടെ ബേസ് മോഡലിൻ്റെ വിലയ്ക്ക് നമുക്ക് ഒരു വലിയ ഫുൾ സൈസ് SUV ആയിട്ടുള്ള XUV 700 കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പോയിന്റ്. ഇതിൻ്റെ 6 സ്പീഡ് ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് മികച്ചതാണ്. സ്ലിക്കായിട്ടുള്ള ഷിഫ്റ്റാണ്. ഞാൻ ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ചാൽ പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു ടൊയോട്ട ഇന്നോവ ഹൈക്രോസോ അല്ലെങ്കിൽ അതുപോലെ ക്രിസ്റ്റയോ അങ്ങനെയുള്ള വണ്ടിയായിട്ടുള്ള കമ്പയർ ആണത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ലളിതമായിട്ടുള്ള ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന വണ്ടിയായിട്ട് ഒരു XUV 700 തോന്നി. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ തീർത്തും സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്, ലൈറ്റാണ് യൂസ് ചെയ്യാനായിട്ട്. അതൊക്കെ മികച്ച കാര്യങ്ങളാണ്. പിന്നെ നിഫ്റ്റി ആയിട്ടുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഗിയർ കാണിക്കുന്നുണ്ട്, ഏത് ഗിയറിലാണ് വണ്ടി ഓടുന്നത് കാണിക്കുന്നുണ്ട്. കൂടാതെ കീ അകത്ത് വെച്ചിട്ട് തുറക്കുമ്പോൾ മീറ്റർലെസ്സിൽ കീ അകത്തിട്ട് എടുത്തുകൊണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. മാനുവൽ ഡിമ്മിങ് ആണെങ്കിൽ ഒരു മിറർ ഉണ്ട്, അല്ല മിററിന് മാനുവൽ ഡിമ്മിങ് ഉണ്ട്. അങ്ങനെ ലളിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ XUV 700 എന്നെ ഹഠാത് ആകർഷിച്ചു എന്നാണ്. കൊള്ളാം, നൈസ് വണ്ടിയാണ്. ഈ ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മികച്ചു നിൽക്കുന്ന XUV 700 ആ ഒരു മെയിൻ മികവ് എനിക്ക് തോന്നുന്നത് MX-ലാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എനിക്ക് തോന്നുന്നു 30 ലക്ഷം രൂപയുടെ മുകളിലാണ് ആ ഒരു AX7L ആ ഒരു മോഡലിൻ്റെ വില. അപ്പോൾ അതിൻ്റെ അതേ എഞ്ചിനും ഗിയർ ബോക്സാണ് ഇവർ ഈ ഒരു
പെട്രോൾ മോഡലിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ചവിട്ടി കുറച്ചിട്ടില്ല, 2 ലിറ്റർ തന്നെയാണ്. ഞാൻ ഡീസലിനെ കുറിച്ച് സംസാരിക്കാത്ത എനിക്ക് ആ 13.99 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുള്ളതാണ്. ഡീസൽ എഞ്ചിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ പറഞ്ഞിട്ടാണ്. ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പെട്രോൾ എഞ്ചിനാണ്. ഈ പെട്രോൾ എഞ്ചിൻ മികച്ചതാണ് എന്ന് പറയാം. ഇപ്പോൾ ഡീസൽ ഓടിച്ചുകൊണ്ട് പെട്രോൾ എഞ്ചിൻ മികച്ചതാണെന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കില്ല, ഞാൻ ശരിക്കും കുറേ അധികം കാലം ആ ഒരു പെട്രോൾ മോഡൽ ഓടിച്ചുകൊണ്ട് നടന്ന, അതായത് എനിക്ക് മീഡിയ വണ്ടി കുറച്ച് ദിവസം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി ആയിരുന്നു. പക്ഷേ ഒരു വീട്ടിലേക്ക് വേണ്ടി ഒരു വണ്ടി മേടിക്കുകയാണ്, അതൊരു വലിയ വണ്ടിയാണ് മേടിക്കുന്നത്, എഫിഷ്യൻസിക്ക് വലിയ ഒരു പ്രാധാന്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഒരു മികച്ച ചോയ്സ് ആട്ടോ. അപ്പോൾ നിങ്ങളൊരു വണ്ടി നോക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് പവറാണ്, നിങ്ങൾക്ക് വേണ്ടത് ഫണ്ണാണ്, ഇന്നത്തെ കാലത്തെ ഫീച്ചേഴ്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല, നന്നായിരുന്നു യാത്ര ചെയ്താൽ മതി, ഒരു മികച്ച ഒരു വണ്ടി കാണുമ്പോൾ വലിയ വണ്ടി പോലെ തോന്നുന്ന ഒരു കുറഞ്ഞ വേരിയൻറ്റ് മതിയെങ്കിൽ MX എന്ന് പറഞ്ഞ ഈ വേരിയൻറ്റ് നല്ല ഓപ്ഷനാണ്. അപ്പോൾ അതാണ് എൻ്റെ പോയിന്റ്. അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.